അപ്പുറത്തെ വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി പുതുതായി താമസിക്കാൻ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ അവരുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ മുഖം കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ അയൽവാസി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ കുളിക്കുകയായിരുന്നു. നിങ്ങൾ സിംഗിളാണ്. ഒരു പെൺകുട്ടിക്ക് ഇവിടെ മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പക്ഷേ അമ്മ അവരോട് പറഞ്ഞു. അമ്മ അവരോടൊക്കെ സംസാരിച്ചു, സൽക്കരിച്ചിരുത്തി. എന്നിട്ട് അവർ പോയ ശേഷമാണ് നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അമ്മ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഞെട്ടലോടെ നിങ്ങൾ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്നാ ഒരു വാക്ക് എന്നോട് പറയുകയായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചുകൂടേനു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ്, നീ കുളിക്കുകയായിരുന്നില്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇംഗ്ലീഷ് ഗുരു നിങ്ങൾക്ക് വെറുതെ ഇംഗ്ലീഷ് സെന്റൻസസ് പറഞ്ഞു തരികയല്ല, ഇംഗ്ലീഷിൽ എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു തരുന്നു. വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ തന്നെ മറ്റൊരു ഫോം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നതിന്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ പഠിച്ചു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി പഠിച്ചു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാനും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നീ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അവൻ അവിടെ നിന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അവൻ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ എങ്ങനെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ഡേ 6 ക്ലാസ് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടോ ഡേ 12 ക്ലാസ് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകണമെന്നില്ല. നിങ്ങൾക്ക് ഡേ 1 മുതൽ നിങ്ങൾ കണ്ടുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ പണം കൊടുത്താൽ പോലും ഇത്രയും വിശദീകരിച്ച രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയും എനിക്ക് കൂടുതൽ വളരാനും കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ എൻ്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ ഇനി മാറ്റം വരുത്താൻ എൻ്റെ ക്ലാസ്സുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളായാലും നിങ്ങൾ എന്ത് നെഗറ്റീവ് ആയാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് ഇത് വളരെ ഈസിയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേർ ആണ് ഉപയോഗിച്ചത്. യു വി ദേ പ്ലൂറൽ വരുമ്പോൾ വേർ ആണ് ഉപയോഗിച്ചത്. പിന്നീട് വേർബ് വരും പ്ലസ് ING. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നീ കുളിക്കുകയായിരുന്നില്ലേ, പഠിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ യു വി ദേ പ്ലൂറൽ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ രണ്ട് പേരോ രണ്ടോ അതിലധികമോ ആൾക്കാർ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വസ്തുക്കൾ. ഓക്കെ, ഇത് വരുമ്പോൾ വേർ നോട്ട് ആണ് വരിക. വേറിൻറ്റ്, വേർ നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് വേറിൻറ്റ്. ദെൻ വേർബ് വരും പ്ലസ് ING. ഓക്കെ, നീ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ഈ ഫോമാണ് ഉപയോഗിക്കുക. നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. ചിലർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കേട്ട് നിൽക്കും. ചിലർ ക്ലാസ് എടുക്കുമ്പോഴോ പ്രസംഗം പറയുമ്പോഴോ നമ്മൾ ഇങ്ങനെ കൊട്ടിച്ച് അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കളിച്ച് ചെവി തോണ്ടി അല്ലെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ കളിച്ച് അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മകൻ്റെ സ്കൂളിൽ നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ മകനും ഇതേപോലെ ടീച്ചർ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫുൾ ബോഡി ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നോക്കാതെ ഫുൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ബോഡി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നീട് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു എന്തായിരുന്നു നിന്റെ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് വെറിൻ യു ഫിജറ്റ്. ഫിജറ്റ് എന്നാണ് വാക്ക് പ്ലസ് ING ഫിജറ്റിംഗ്. ഫിജറ്റ് എന്ന ഈ വേർബുകളൊക്കെ നിങ്ങളെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, നിർബന്ധമായിട്ട് എഴുതി വെക്കണം. കാരണം ഇതൊന്നും പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്, കൈകളോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏത് പാർട്സ് ആയാലും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത് പറയുക, ഫിജറ്റ് എന്ന് പറയുക. ഇങ്ങനെ ഒരു വെപ്രാളം കാണിക്കുക, ഒരു അസ്വസ്ഥതക്കേട് കാണിക്കുക. ഇങ്ങനെ തല ചൊറിഞ്ഞു. നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. ചില സിനിമ കാണുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ സിനിമ കാണുമ്പോൾ നമ്മൾ തല ചൊറിയും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ. വെറിൻ യു ഫിജറ്റിംഗ് ഇൻ യുവർ സീറ്റ്സ് ഡ്യൂറിങ് ദ ക്ലാസ്. ആ ക്ലാസ് ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സമയത്ത്, ക്ലാസ് സമയത്ത് നിന്റെ സീറ്റിൽ നിന്ന് വെറിൻ യു ഫിജറ്റിംഗ്, നീ ഇങ്ങനെ അസ്വസ്ഥതക്കേട് കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ.
അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നീ അസ്വസ്ഥതക്കേട് കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? സ്കൂൾ വെച്ച് നിങ്ങൾ പ്രസംഗിച്ച ശേഷം നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം. അപ്പോൾ അവർ സാധാരണ കൂട്ടുകാരാണെങ്കിൽ അടിപൊളി, നന്നായിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? വെറിൻറ്റ് ബി ചക്ലിങ്. നമ്മളിങ്ങനെ കുലുങ്ങി ചിരിക്കുകയായിരുന്നു. ഈ വേർബ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ കുലുങ്ങി ചിരിക്കുന്നതിനാണ് ചക്ലിങ് എന്ന് പറയുക. ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ കഴിയില്ലല്ലോ ആ പ്രസംഗിക്കുന്ന സമയത്ത്, മറ്റുള്ളവർ കേൾക്കൂല. അതുകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കുലുങ്ങി ചിരിക്കുകയായിരുന്നില്ലേ? ത്രൂ ഔട്ട് യുവർ സ്പീച്ച്. ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയത്തും എന്നാണ് അർത്ഥം. ത്രൂ ഔട്ട് യുവർ സ്പീച്ച്, നിന്റെ സ്പീച്ച് നടക്കുന്ന മുഴുവൻ സമയത്തും നമ്മളിങ്ങനെ കുലുങ്ങി ചിരിക്കുകയായിരുന്നില്ലേ? സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ 2 മക്കളോട് ഒരു ഞായറാഴ്ച ദിവസം ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു. അവരിങ്ങനെ ബുക്കും എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ 2 അടി കൊടുത്തു അവർക്ക്. അപ്പോൾ നിങ്ങളുടെ വൈഫ് വന്നിട്ട് ചോദിച്ചു എന്തിനാണ് അവരെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ് വെറിൻറ്റ് ദേ ഡൗഡ്ലിങ്. ഡൗഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സമയമെടുക്കുക. ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം സമയമെടുക്കുന്നത്. ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ചു തീരും. പക്ഷെ ഒരു പച്ചക്കറി കഴിക്കുമ്പോൾ അമ്മ നിർബന്ധിച്ചൊരു ഒരുപാട് പച്ചക്കറികൾ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മളെങ്ങനെ ആർത്തിയോടെ വാരി തിന്നില്ലല്ലോ, സമയമെടുക്കും. പിന്നെ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ഒരു സ്പീച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വളരെ മടിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഡൗഡിൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മടിച്ച് ചെയ്യുന്ന, സമയമെടുത്തിട്ട്, അത് മടി കാരണം, മടിയും അതിൽ ഇഷ്ടമില്ലായ്മയും കാരണം സമയമെടുത്ത് ചെയ്യുന്നതിനാണ് ഡൗഡിൽ എന്ന് പറയുക. വെറിൻ ദേ ഡൗഡ്ലിങ് വൈൽ ദേ വേർ റൈറ്റിംഗ് ദെയർ ഹോംവർക്ക്. ഇത് ഏതാ ഫോം എന്ന് നിങ്ങൾക്കറിയാലോ? അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. ഇത് ദേ വേർ റൈറ്റിംഗ് ദെയർ ഹോംവർക്ക്. അന്നേരം ഇത് മാത്രമാകുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാവില്ല. ഇവിടെ ക്വസ്റ്റ്യൻ ഫോം വരാൻ കാരണം വേറെണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അവർ ചെയ്യുകയായിരുന്നില്ലേ? എന്ത് ചെയ്യുകയായിരുന്നില്ലേ? സമയമെടുത്ത് മടിപിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? വൈൽ, ആ സമയത്ത് ദേ വേർ റൈറ്റിംഗ് ദെയർ ഹോംവർക്ക്. അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വൈൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, ദെയർ ഹോംവർക്ക്, അവരുടെ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുകയായിരുന്നു? മടി പിടിച്ചിട്ട് സമയം ഇങ്ങനെ നീട്ടി സമയമെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട 2 കുഞ്ഞു നായ്ക്കൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അവർ ചളിയിൽ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണ്, ഇങ്ങനെ ചളിവെള്ളത്തിൽ. അപ്പോൾ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക്. അപ്പോൾ ഭാര്യ ചോദിച്ചു ഇത് എന്ത് പറ്റി, അവരുടെ ദേഹത്ത് മൊത്തം ചളി, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ് വെറിൻ ദ പപ്പീസ്. പപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ നായ്ക്കുട്ടി, ഡോഗിൻ്റെ കുഞ്ഞുങ്ങളെയാണ് പപ്പി എന്ന് പറയുക, കുഞ്ഞ് നായ്ക്കുട്ടികൾ. വെറിൻ ദ പപ്പീസ് കവോട്ടിങ്. കവോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി കളിക്കുന്നതിനെയാണ് കവോട്ട് എന്ന് പറയുക. ഉദാഹരണത്തിന് എപ്പോൾ നിങ്ങൾ ഒരു സംശയം ഉണ്ടാകുമ്പോൾ ഇവിടെ പ്ലേ എന്ന് ഉപയോഗിച്ചാൽ പോരെ? പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കവോട്ടിങ് എന്ന് പറഞ്ഞാൽ കവോട്ട് പ്ലസ് ing, കവോട്ടിങ്. കവോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഉപാധി വെച്ചിട്ട് കളിക്കുന്നതിനാണ്. ഇപ്പോൾ ഒരു തൊട്ടുകളി, നമുക്കറിയില്ല പല കളികളും, ഓടിക്കളി, തൊട്ടുകളി, നീ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കാക്കയാവും, അങ്ങനെ പറഞ്ഞിട്ട് കളിക്കൽ. ഒരു ഉപാധി വെച്ചിട്ട് കളിക്കുന്നതിനാണ് പ്ലേ എന്ന് പറയുക. നമ്മൾ ഫുട്ബോൾ കളിക്ക് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ വെച്ചിട്ട് കളിക്കുന്നതിനാണ്, ഏതൊരു കളിയും നിയമങ്ങൾ വെച്ചിട്ട് കളിക്കുമ്പോഴാണ് പ്ലേ എന്ന് പറയുക. ഇപ്പം നിയമങ്ങളില്ലാതെ നമ്മൾ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടാവും. ഒരാവശ്യം ഉണ്ടാവില്ല, ഒരു ഉപാധി ഉണ്ടാവില്ല, അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ കളിക്കുന്നതാണ്. ആ ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ്, അവരിങ്ങനെ തുള്ളി ചാടി കളിക്കുന്നുണ്ട്. ഒരു നിയമവും ഇല്ല, വെറുതെ ഇങ്ങനെ ചാടി കളിക്കുന്നു. അങ്ങനെയുള്ള ചാടി ഇപ്പോൾ ഒരു 2 നായ്ക്കുട്ടികൾ ഉപാധി വെച്ചിട്ടായിരിക്കുമല്ലോ, നീ എണ്ണത്തൊടി എന്നിട്ടായിരിക്കുമല്ലോ തുള്ളിച്ചാടി കളിക്കുക. അവരിങ്ങനെ ചളിവെള്ളം കണ്ടപ്പോൾ, ചിലപ്പോൾ വേനൽക്കാലമായിരിക്കും, ചൂട് സമയത്ത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കുമ്പോഴാണ്, അങ്ങനെ കളിക്കുന്നതിനെയാണ്, ഒരു ഉപാധിയും നിയമങ്ങളും ഇല്ലാതെ ചാടി കളിക്കുന്നതിനെയാണ് കവോട്ട് എന്ന് പറയുക. കവോട്ട് പ്ലസ് ing, കവോട്ടിങ് ഇൻ ദ വാട്ടറി. വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം നനഞ്ഞ മഡ് എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ചളിവെള്ളമാവില്ലേ, ആ ചളിവെള്ളത്തിൽ അവർ
പപ്പീസ് ഇങ്ങനെ ചാടി ചാടി കളിക്കുകയായിരുന്നില്ലേ? അപ്പോൾ യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേറിൻ്റെ വരും, വേർ നോട്ട് അതോ വേറിൻ്റെ വരും, പിന്നീട് ഈ പ്രൊനൗൺസ് വന്നിട്ട് പിന്നെ വേർബ് പ്ലസ് ING. അപ്പോൾ ഈ ഫോം ഓർത്ത് വെക്കുക. പ്ലൂറലിൻ്റെ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പീസ് 2 പപ്പികളുണ്ട്, അതുകൊണ്ട് അത് പ്ലൂറലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് മറ്റേ ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയാൻ ഏത് വേർഡാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പണ്ടത്തെ പോലെയല്ല, എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവ് ഇംഗ്ലീഷിൻ്റെ അറിവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. ഒരുപാട് എക്സാമ്പിൾസിലൊക്കെ നിങ്ങൾ അറിയുന്നത് പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഇവിടെ വാസ് ഇൻഡാണ് വരുന്നത്. വാസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് വാസിൻഡ്. വാസിൻഡ് ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ വാസിൻഡ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ വേർബ് വരും പ്ലസ് ING, പിന്നെ ക്വസ്റ്റ്യൻ ഫോം. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് ഈ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങളുടെ അനിയൻ വീട്ടിലേക്ക് വന്നപ്പോൾ സിഗരറ്റിൻ്റെ മണം. അമ്മ ചോദിച്ചു, എന്താണ് സിഗരറ്റ്, നീ വലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അനിയൻ പറയുകയാണ്, എൻ്റെ കൂട്ടുകാർ ചേർന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് തന്നതാണ് അമ്മേ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പോയിട്ട് ഒരു അടി കൊടുത്തു. അമ്മ ചോദിച്ചു, എന്തിനാണ് നീ അവനെ കയറി അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ്, വാസിൻഡ് ഹി ഫാബ്രിക്കേറ്റിംഗ്. ഫാബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമയ്ക്കുക. എന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ കെട്ടിച്ചമക്കുന്നതിനാണ്. ഒരു കള്ളത്തരമായിട്ട് എന്തെങ്കിലും ഒരു കള്ളം മറയ്ക്കാനായിരിക്കും. അതെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല, കള്ളത്തരത്തിന് വേണ്ടിയിട്ട് കെട്ടിച്ചമയ്ക്കുന്നതിനാണ് ഫാബ്രിക്കേറ്റ് എന്ന് പറയുക. വാസിൻഡ് ഹി ഫാബ്രിക്കേറ്റിംഗ് എ സ്റ്റോറി. അവൻ ഒരു കഥ മെനഞ്ഞെടുക്കുകയാണ്. ഒരു കഥ എൻ്റെ കൂട്ടുകാർ പിടിച്ചുകൊണ്ട് പോയി കെട്ടിയിട്ടു ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു തന്നു എന്നൊക്കെ ഒരു കഥ ഓൻ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുകയാണ്. ടു ഹൈഡ് ഹിസ് സിൻസ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക. ഹിസ് സിൻസ് പാപം എന്ന് വെച്ചാൽ അവൻ്റെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു കഥ കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു പിണക്കം കഴിഞ്ഞു, ഒരു വഴക്ക് ഉണ്ടായി. അപ്പോൾ അന്ന് രാത്രി എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക എന്നുള്ളത് എൻ്റെ പോലെ എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ഉറങ്ങാതെ നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ കറുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏട്ടൻ ചോദിക്കുകയാണ്, നീ എന്താടാ ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം നിങ്ങൾ പറയുകയാണ്, വാസിൻഡ് ഷീ വൈനിങ്. വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുന്നതിന് എന്ത് ഇംഗ്ലീഷ് വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ശബ്ദത്തിൽ പരാതി പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് വേർഡ്. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർക്ക് അത് ഹെൽപ്പാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉറക്കെയുള്ള ശബ്ദത്തിൽ എങ്ങനെ പരാതി പറയും? ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു അരോചകമായ ശബ്ദത്തിൽ ഇങ്ങനെ എന്തെങ്കിലും വാശി പിടിച്ചിട്ട് ഉറക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനും, അതുപോലെ ആരായാലും ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് വൈൻ എന്ന് പറയുക. WHIN ആണ്. പിന്നെ പ്ലസ് ING വരുമ്പോൾ ഈ കട്ടാവും. അപ്പോൾ വാസിൻ ഷീ വൈനിങ്. അവൾ ഉറക്കെ ഇങ്ങനെ പരാതി, കുറച്ച് ഹൈ പിച്ചിലായിരിക്കും സൗണ്ട്. മെല്ലനെ, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ല, അതല്ല നീ അങ്ങനെ ചെയ്തില്ലേ, അത് അങ്ങനെ ആക്കിയില്ലേ, നിങ്ങളെ അമ്മ അങ്ങനെ ആക്കിയിട്ടില്ലേ എന്നില്ല ഒച്ചത്തിൽ പരാതി പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ അബൌട്ട് ദ പ്രോബ്ലം, ആ പ്രശ്നത്തെക്കുറിച്ച്. ദ ഹോൾ നൈറ്റ് യെസ്റ്റർഡേ, ഇന്നലെ രാത്രി. ഹോൾ എന്ന് വെച്ചാൽ മുഴുവനും. ഇവിടെ WHOLE എന്ന് വെച്ചാൽ മുഴുവനും എന്നർത്ഥം, മുഴുവൻ സമയം. ദ ഹോൾ നൈറ്റ് യെസ്റ്റർഡേ, ഇന്നലെ രാത്രി മുഴുവനും അവൾ പരാതി ഇങ്ങനെ ഹൈ പിച്ചിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങാനാണ്? ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പലരും. നിങ്ങളുടെ നാട്ടിലൂടെ ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത് ആംബുലൻസിന് സ്പീഡിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരു കാർ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്, മെല്ലെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൈഡ് കൊടുക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് നിങ്ങൾ ആ ഫ്രണ്ടിനെ കണ്ടപ്പോൾ നിങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ട് നീ വഴി കൊടുത്തില്ല? വാസിൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ആ വാഹനം. വാസിൻഡ് ഇറ്റ് കൺവേ പ്ലസ് ING. കൺവേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെസ്സേജോ ഒരു ഇൻഫർമേഷനോ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് കൺവേ എന്ന് പറയുന്നത്. കൺവേയിങ്, വാസിൻഡ് ഇറ്റ് കൺവേയും, അത് ഒരു മെസ്സേജ് എത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എന്ത് മെസ്സേജ്?
എ സെൻസ് ഓഫ് അർജൻസി. ഇവിടെ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആശയം, ഒരു ബോധം. അർജൻസി എന്ന ബോധം, അർജൻസി എന്ന് പറഞ്ഞാൽ ഒരു അർജന്റ്, ഒരു അത്യാവശ്യ കാര്യം ഉള്ള ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ ത്രൂ ഇറ്റ്സ് സൈറൺ. ആംബുലൻസ് സൈറൺ മുഴക്കുന്നുണ്ട്. ആംബുലൻസ് പോലുള്ള അത്യാഹിത വാഹനങ്ങളുടെ ശബ്ദത്തിനെയാണ് സൈറൺ എന്ന് പറയുക. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ആ വാഹനത്തിൻ്റെ, ത്രൂ എന്ന് പറഞ്ഞാൽ അത് മാർഗമായി. ത്രൂ ഇറ്റ്സ് സൈറൺ, മുഖേന എന്നുള്ള അർത്ഥം നമ്മൾ മലയാളത്തിൽ. ഈ സൈറൺ മുഖേന നമുക്ക് എന്ത് അറിയിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എ സെൻസ് ഓഫ് ഏർജൻസി, അത്യാവശ്യമുണ്ട് എന്നുള്ള ഒരു ആശയം അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? സ്കൂളിലെ ഹെഡ് ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളെയും ക്ലീനിങ്ങിന്, ഫൈനൽ ഇയർ എക്സാമിന് മുമ്പ് എല്ലാ കുട്ടികളെയും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്കൂൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഒരു കുട്ടി മാത്രം അവിടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിച്ചു, ആ കുട്ടി എന്തുകൊണ്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ്, വാസ് ഇൻ ദ സ്റ്റുഡൻറ്റ് ഡിലിജൻ്റ്ലി പ്രിപ്പയറിങ്. വാസ് ഇൻ ദ സ്റ്റുഡൻറ്റ് പ്രിപ്പയറിങ്, അവൾ തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇവിടെ വേർബ് പ്രിപ്പയർ, പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുക. പ്രിപ്പയർ പ്ലസ് ING, പ്രിപ്പയറിങ്, അവൾ തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഈ വേർബിന് മോർ ഇൻഫർമേഷൻ തരുന്നതാണ് എന്ത്? നിങ്ങൾ എൻ്റെ ഡേ 1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എന്ത്? ആഡ് വേർബ്. ഈ വേർബിന് മോർ ഇൻഫർമേഷൻ തരുന്നതാണ്. ഡിലിജൻ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും, വളരെ ശ്രദ്ധയോടെയും, വളരെ ബോറടിച്ചിട്ട് പഠിക്കുന്നതല്ല, ഉത്സാഹത്തോടെയും. മറ്റെല്ലാ കുട്ടികൾക്കും ഉത്സാഹം ക്ലീൻ ചെയ്യലായിരിക്കും, പുറത്തിറങ്ങലായിരിക്കും, അതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഈ കുട്ടി ഉത്സാഹത്തോടെയും വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ, ആ കുട്ടിയെ വിളിക്കാതിരുന്നത്. പ്രിപ്പയറിങ് ഫോർ ഹെർ ഫൈനൽ എക്സാം, അവളുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് അവൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ, സിംഗുലർ എന്നതിന് ഞാൻ ഉദാഹരണം ദ സ്റ്റുഡൻറ്റ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു. ദ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയാൻ വാസ് ഇൻ്റാണ് വരുന്നത്. വാസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ്. പിന്നെ ഇവിടെ വേർബ് വരും പ്ലസ് ING, പിന്നെ ക്വസ്റ്റ്യൻ ഫോം. ഇത് ഓർത്ത് വെക്കുക. ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ടാസ്ക് ഐയെ കുറിച്ചിട്ട് വാസിൻ്റെ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദാഹരണം ഐ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടെത്താനാകുമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ഉദാഹരണം, നിങ്ങളുടെ എന്ത് ഉദാഹരണമായാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഉദാഹരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് കർണാടകയിലേക്ക് തിരിച്ചു പോകണം. ഇനിയുള്ള ക്ലാസ്സുകൾ അവിടെ വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പെൻഡിങ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് മറ്റന്നാൾ പോകണം. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ അവിടെ നിന്നായിരിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷിനെ നമുക്ക് ഉള്ളം കയ്യിലെടുക്കാം എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് പണ്ടേ വന്നിട്ടുണ്ടാകും. എൻ്റെ ക്ലാസ് കാണാൻ തുടങ്ങി അന്ന് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. എത്ര എളുപ്പമാണ് ഇംഗ്ലീഷ് ഗുരുവിന്റെ വീഡിയോകൾ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, നിങ്ങളോ?